ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. ഒരു സംഭവത്തോടെ ഈ ക്ലാസ് നമുക്ക് തുടങ്ങാം. 2009 ജനുവരി 17 ലോക ശ്രദ്ധയെ ആകർഷിച്ച വലിയൊരു അത്ഭുതം ലോകത്തിലുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരത്ഭുതം. മതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. ന്യൂയോർക്കിലെ ലഗാഡിയ വിമാനത്താവളത്തിൽ നിന്നും 155 യാത്രക്കാരുമായി പറന്നുയർന്ന അമേരിക്കൻ എയർവേസിൻ്റെ എയർബസ് ആയിരക്കണക്കിനടി ഉയരത്തിലെത്തിയപ്പോൾ ഒരു പക്ഷിക്കൂട്ടത്തിലിടിച്ച് അതിൻ്റെ പ്രൊപ്പല്ലർ തകർന്നു, എൻജിൻ തകരാറിലായി. ഇതാ പൈലറ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പ്ലെയിൻ ഇതാ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട പ്ലെയിൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടിലുള്ളവർ റഡാറിലൂടെ ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷരായി അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ ആ പ്ലെയിൻ ആകാശത്ത് വച്ച് തന്നെ കത്തി അമരും, 155 യാത്രക്കാരും മരിച്ചു പോകും. അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയൊരു അപകടം, അത് വന്ന് വീഴാൻ സാധ്യത ഹഡ്സൺ നദിയിലാണ്. ജനുവരി മാസം ആ നദി തണുത്തുറഞ്ഞു കിടക്കുകയാണ്. ആ നദിയിൽ വന്ന് ആ പ്ലെയിൻ പതിച്ചാൽ ഈ 155 യാത്രക്കാരും ആ പ്ലെയിൻ്റെ ഉള്ളിൽ കിടന്ന് തണുത്ത് വിറങ്ങലിച്ച് മരിക്കും. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ആ പ്ലെയിൻ ആകാശത്ത് വെച്ച് കത്തിയമരും, അല്ലെങ്കിൽ ഹഡ്സൺ നദിയിൽ മുങ്ങി എല്ലാവരും മരിക്കാൻ സാധ്യത. എല്ലാവരും ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതാ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. വളരെ മനോഹരമായിട്ട് ആ പ്ലെയിൻ ഹഡ്സൺ നദിയുടെ മുകൾ പരപ്പിൽ ഒരു എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന മാതിരി ആ നദിയുടെ മുകൾ പരപ്പിൽ വന്ന് ലാൻഡ് ചെയ്ത് ഒരു നൗക, ഒരു തോണി ഒഴുകുന്നത് പോലെ ആ പ്ലെയിൻ ആ നദിയുടെ മുകൾ പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പെട്ടെന്ന് തന്നെ തീരത്തു നിന്നും ബോട്ടുകളെല്ലാം പുറപ്പെട്ടു. 155 യാത്രക്കാരെയും വളരെ സുരക്ഷിതരായിട്ട് കരയ്ക്കടുപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അന്ന് ആ പ്ലെയിൻ്റെ നിയന്ത്രണം ഒരു ബ്രിട്ടീഷ് വൈമാനികനായിരുന്നു, ചെസ്ലി സെല്ലർ ബർഗർ. ഞാൻ പേപ്പറിൽ വായിച്ചതാണ് അദ്ദേഹത്തെക്കുറിച്ച്. പേര് ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ചെസ്ലി സെല്ലർ ബർഗർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര അത്ഭുതകരമായിട്ട് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യിക്കാനും ഇത്രയും പേരെ സുരക്ഷിതരായിട്ട് എത്തിക്കാനൊക്കെ കഴിഞ്ഞത്? അദ്ദേഹം വളരെ എളിമയിൽ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ. ആയിരക്കണക്കിന് അടി ഉയരത്തിലെത്തിയപ്പോൾ, പക്ഷിക്കൂട്ടത്തിലിടിച്ചപ്പോൾ, പ്ലെയിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവമേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ. അദ്ദേഹം ഒരു വലിയ മരിയൻ ഭക്തനായിരുന്നു. മാതാവിനോട് വലിയ ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ജപമാല ഭക്തനായിരുന്നു. ഈ പ്ലെയിൻ താഴെ വരുന്നത് വരെ, ഈ യാത്രക്കാരെല്ലാം സുരക്ഷിതരായി കരയ്ക്കടുക്കുന്നത് വരെ ഇദ്ദേഹം ചൊല്ലിയിരുന്ന ഒരേ ഒരു പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന ഇത്രയും ശക്തിയുള്ളതാണെന്ന് നമ്മൾ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഈ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടാകാൻ കാരണം എന്താണത്? സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ശക്തിയുടെ അടിസ്ഥാനം എന്താണ്? നമുക്ക് അറിയാൻ സാധിക്കും. 3 വചനങ്ങൾ കൊണ്ട് മനോഹരമായി കോർത്തിണക്കിയ ഒരു പ്രാർത്ഥനയാണിത്. ലൂക്ക 1
28, 42, 43 വചനങ്ങളാണത്. അവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുകയാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗബ്രിയേൽ ദൂതൻ, സ്വർഗത്തിൻ്റെ വക്താവ്, ദൈവത്തിൻ്റെ അംബാസഡറായ ഗബ്രിയേൽ ദൂതൻ ഭൂമിയിലുള്ള ഒരു കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ദൈവത്താൽ അയക്കപ്പെടുന്നവൻ്റെ വാക്കുകൾ അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാമത്തെ വചനമാണ്. വിശുദ്ധ യോഹന്നാൻ 3:34. മാതാവിനെക്കുറിച്ച് കുറേ കൂടി നമുക്ക് ആധികാരികമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുകയാണ്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകളാണ് ലൂക്ക 1:28. കൃപ നിറഞ്ഞവളെ സുസ്തി, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച, വാഴ്ത്തിയ, മഹത്വപ്പെടുത്തിയ ഒരു തിരുവചനമാണ് ലൂക്ക 1:28. വീണ്ടും നമ്മൾ കാണുകയാണ്, ഗർഭിണിയായ പരിശുദ്ധ അമ്മ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രയാകുന്നു. സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിക്കുന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. ആ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സ്നാപയോഹന്നാൻ കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു. എന്താണ് ഉദ്ഘോഷിച്ചത്? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എപ്പോഴാണ് ഈ വാക്കുകൾ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ആ വ്യക്തിയുടെ വാക്കുകളല്ല അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് സംസാരിക്കും. വിശുദ്ധ മത്തായി 10:20. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വാക്കുകൾ പിന്നെ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിന് പകരം സംസാരിക്കുന്ന വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു. 2 സാമുവേൽ 23:2 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ വചനമാണ് എൻ്റെ നാവിലെന്ന്. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ വചനമാണ് എൻ്റെ നാവിലെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എലിസബത്തിലൂടെ അരുളി ചെയ്തു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. അപ്പോൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ദൈവം അയച്ച ദൈവത്തിൻ്റെ വക്താവായ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തും പറഞ്ഞ ആ വചനങ്ങൾ, അത് അമ്മയെ പ്രകീർത്തിച്ച, അമ്മയെ മഹത്വപ്പെടുത്തിയ, അമ്മയുടെ ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞു തരുന്ന 3 വചനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28, 42, 43. ഈ 3 വചനങ്ങളാൽ മനോഹരമായി കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. ഇത് മുഴുവൻ വചനമാണിത്. വചനത്തിന് നമുക്കറിയാം, രോഗികളെ സുഖപ്പെടുത്തുവാൻ, പിശാചിനെ ബഹിഷ്കരിക്കാനെല്ലാം ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇത് സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണിത്. സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിയ വാക്കുകൾ. ഈ പ്രാർത്ഥന ആരെല്ലാം ഉരുവിടുന്നുവോ അവർ സ്വർഗീയ പിതാവിനെ അനുസരിക്കുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപങ്ങൾ കരുതുന്നു എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണെങ്കിൽ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, മാതാവിനെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ജർട്രൂഡ് ഒരിക്കലൊരു സ്വപ്നം കാണുകയാണ്. ഈശോ കുറേ സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഈശോയോട് ഈ വിശുദ്ധ ചോദിച്ചു, ഈശോ ഇത് എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, നീ ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയം എന്ന ഓരോ പ്രാർത്ഥനയും ഓരോ സ്വർണ്ണ നാണയങ്ങളാണ്. നീ ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയം എന്ന ഓരോ പ്രാർത്ഥനയും ഓരോ സ്വർണ്ണ നാണയങ്ങൾ. ഇത് സ്വർഗത്തിലേക്കുള്ള വണ്ടിക്കൂലിയാണത്.
സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ കരുതുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാർത്ഥനയുടെ അർത്ഥവ്യാപ്തിയും ശക്തി ചൈതന്യവും തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്നു. നമുക്കറിയാം, ധാരാളം ദണ്ഡവിമോചനങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു പ്രാർത്ഥനയാണ്. ധാരാളം ദണ്ഡവിമോചനം നമുക്ക് നേടിത്തരുന്ന ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധർ ഒരു സുഹൃത ജപമായിട്ട് ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലുമായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന. അത് ആരെല്ലാം ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഇത് ചൊല്ലുന്നുവോ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിലെല്ലാം ദൈവം വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയാകുകയാണ്. ഇത് തിന്മയെ അകറ്റുന്ന പ്രാർത്ഥനയാണിത്. കാരണം ഇത് വചനമാണിത്. ഈശോ വചനത്താലാണ് പിശാചിനെ ബഹിഷ്കരിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിശാച് ഓടി മറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടെന്ന്. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിശാച് ഓടി മറയുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടെന്ന്. സ്നേഹമുള്ളവരെ, ആയുധമേന്തിയ സൈന്യത്തെക്കാൾ ശക്തരാണ് ജപമാലയേന്തിയ ദൈവഭക്തർ, മാതാവിൻ്റെ ഭക്തർ എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. മരിയ ഭക്തരുടെ ഇടയിൽ വളരെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ടത്. ഇത് വളരെ ആന്തരികമായിട്ട് നമ്മൾ ചൊല്ലിക്കൂട്ടുന്നുണ്ട്. അവിടെയെല്ലാം നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ബോധ്യത്തോടെയും വിശ്വാസത്തോടെയാണോ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്? ഈ പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇതാണ്: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ ഇന്ന് അനുഗ്രഹീതയാകുന്നു. അത് മൂന്നും ദൈവത്തിൻ്റെ വചനമാണ്. ഇനി രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ അത് രണ്ടാം ഭാഗമാണ്. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണത്. മാതാവിൻ്റെ മധ്യസ്ഥം നമുക്കറിയാതെ. കാനായിലെ സംഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതാണത്. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു കുറവ് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. വീഞ്ഞു തീർന്നുപോയി. ഈ സംഭവം തിരിച്ചറിഞ്ഞ വ്യക്തി മാതാവാണ്. ആ കുടുംബത്തിൻ്റെ കുറവ് നികത്താൻ കഴിയുന്ന ഈശോയെ അറിയാവുന്ന വ്യക്തിയും മാതാവ് തന്നെയാണ്. അതുകൊണ്ടാണ് പരിചാരകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുവിനെന്ന്. വേറെ അവിടെ കൂടുതൽ സംഭാഷണങ്ങളൊന്നുമില്ല. സമയമാകാഞ്ഞിട്ട് പോലും മാതാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് അന്ന് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എവിടെ മാതാവും ഈശോയും ഒരുമിച്ച് വരുന്നു, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ലൂർദിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. ലോകത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് ലൂർദ്. അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലൂർദ്. അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു മകൻ, അരയ്ക്ക് താഴെ തളർന്നു പോയ മകൻ, ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ അമ്മയുടെ എളിയിലിരുന്നിട്ട് ആ പ്രദർശനത്തിൽ പങ്കെടുക്കുമായിരുന്നു. ആ മകന് സൗഖ്യം കിട്ടണം, അമ്മയ്ക്ക് ആഗ്രഹം, കുഞ്ഞിന് ആഗ്രഹം. അങ്ങനെ അനേകം ദിവസങ്ങൾ ആ പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടും സൗഖ്യം കിട്ടാതെയായപ്പോൾ ഇതാ ഒരു ദിവസം ദിവ്യകാരുണ്യ ഈശോ അരികിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ നോക്കി ഈ മകൻ പറഞ്ഞു, ഈശോയെ, ഇത്രയും ദിവസമായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ ഗവനിക്കുന്നില്ലല്ലോ. ആ സ്വതസിദ്ധമായ ആ ലളിതമായ ഭാഷയിൽ ആ മകൻ ഒരു കാര്യം ഈശോയോട് പറഞ്ഞു: ഇന്ന് നീ എന്നെ സുഖപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പറയും. ഇന്ന് നീ എന്നെ തൊടുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പറയും. ഇതാ പെട്ടെന്നൊരു അത്ഭുതം നടക്കുകയാണ്. ആ കുഞ്ഞിൽ പരിശുദ്ധാത്മ ശക്തി വന്ന നിറയാണ്. ആ കുഞ്ഞിൻ്റെ കാലുകൾക്ക് ബലം പ്രാപിക്കുന്നു. ആ കുഞ്ഞ് അമ്മയുടെ എളിയിൽ നിന്നും ഇതാ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുന്നു. ഓടി നടന്ന് ഈശോയും മാതാവിനെയും മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ച. എവിടെ ഈശോയും മാതാവും ഒരുമിച്ച് വരുന്നു, അവിടെ അത്ഭുതം നടന്നിരിക്കും. മാതാവിൻ്റെ മധ്യസ്ഥ ശക്തി നമ്മൾ
തിരിച്ചറിയുക. മാതാവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, മാതാവിൻ്റെ മധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞ്, ഈ പ്രാർത്ഥനയുടെ അർത്ഥവ്യാപ്തി തിരിച്ചറിഞ്ഞ്, ഇതിൻ്റെ ശക്തി ചൈതന്യം തിരിച്ചറിഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകുന്നത്. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം, ഒരിക്കൽ മദർ തെരേസ്യ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ എവിടെയെല്ലാം യാത്ര പുറപ്പെടുമ്പോൾ അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ദൂരമെല്ലാം നിശ്ചയിക്കുന്നത് ജപമാലയുടെ കണക്കിലാണ്. അപ്പോൾ അന്നും ആ പ്ലെയിൻ യാത്രയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഹോദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെ ഈ ജപമാല നീട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നീട്ടിയിട്ട് അദ്ദേഹത്തോട് ഈ പ്രാർത്ഥനയിൽ കൂടുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊന്ത സ്വീകരിച്ചില്ല. ഇവർ എത്തേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ മദർ തെരേസ്യ എന്ത് ചെയ്തു? മദർ തെരേസ്യ ഉപയോഗിച്ചിരുന്ന ആ ജപമാല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോ, നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹം മദർ തെരേസ്യ കൊടുത്തതല്ലേന്ന് ഓർത്തിട്ട് അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ആൻറ്റി അവിടെ ക്യാൻസർ ബാധിതയായിട്ട് വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ആ ആൻറ്റിക്ക് ഇതാ ഈ ജപമാല സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, മദർ തെരേസ്യ തന്നതാണിത്, ഇത് വെച്ചോളാൻ പറഞ്ഞു. മദർ തെരേസ്യ കൊടുത്താന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് വലിയ സന്തോഷമായി. ആൻറ്റി സന്തോഷത്തോടെ ആ ജപമാല സ്വീകരിച്ചു. പക്ഷേ ആൻറ്റിക്ക് ഈ നന്മ നിറഞ്ഞ മറിയ പ്രാർത്ഥന അറിയില്ല, പ്രൊട്ടസ്റ്റൻ്റ് സഹോദരിയാണല്ലോ. പക്ഷേ ആൻറ്റി ഒരു കാര്യം ചെയ്തു, അന്ന് രാത്രി മുഴുവനും ഈ ജപമാലയെ മുറുകെ പിടിച്ചുകൊണ്ട് ആൻറ്റിക്ക് അറിയാവുന്ന രീതിയിൽ ആൻറ്റിയുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയി. ദൈവം അത്ഭുതകരമായിട്ട് ആൻറ്റിയുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഇതാ വീണ്ടും പരിശോധനയ്ക്ക് ആ സഹോദരിയെ വിധേയയാക്കിയപ്പോൾ ക്യാൻസർ രോഗത്തിൻ്റെ യാതൊരുവിധ അണുക്കൾ പോലും ആ സഹോദരിയുടെ രക്തത്തിലില്ല. വളരെ അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നു. ജപമാല പ്രാർത്ഥന നമുക്കറിയാതെ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. വിശ്വാസത്തോടും ബോധ്യത്തോടും നമ്മൾ ചൊല്ലാൻ തയ്യാറാകുമ്പോൾ നമുക്കറിയാതെ മാതാവിനോട് നമ്മൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ വിശുദ്ധ മെറ്റിൽഡ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് അമ്മയെ അഭിവാദ്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ ഏതെല്ലാമാണ്? ഒന്ന് പറയാമോ? പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന ആ വാക്കുകൾ തെളിഞ്ഞു വരികയാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ. മാതാവ് പറഞ്ഞു, ഇതിനേക്കാൾ സന്തോഷകരമായ വാക്കുകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയുക. മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാണ് കേട്ടോ. 1571 യൂറോപ്യൻ സൈന്യവും തുർക്കി സൈന്യവും തമ്മിൽ ലെപ്പാൻഡോ കടലിടുക്കിൽ ഒരു യുദ്ധം നടക്കുകയാണ്. വളരെ നിർണായകമായൊരു യുദ്ധമായിരുന്നു അത്. അതായത് തുർക്കിക്കാർ യൂറോപ്പിനെ കീഴടക്കാനായിട്ട് അതൊരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമം. അങ്ങനെ യുദ്ധം വളരെ നിർണായകമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, തുർക്കി സൈന്യം മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുമ്പോൾ, അന്നത്തെ മാർപ്പാപ്പ 5-ാം പിയൂസ് മാർപ്പാപ്പ പെട്ടെന്ന് ലോകത്തോട് ആവശ്യപ്പെടുകയാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കാറ്റ് യൂറോപ്പ് സൈന്യത്തിന് അനുകൂലമായി. അലപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് നിഷ്പ്രയാസം തുർക്കി സൈന്യത്തെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചു. ആ യുദ്ധത്തിന് ശേഷം ഇത് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ലുത്തീനയിൽ കൂട്ടിച്ചേർത്തു. പ്രിയമുള്ള ദൈവമക്കളെ, മാതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ തിരിച്ചറിയണം. മാതാവിൻ്റെ മധ്യസ്ഥവും ഈശോയുടെ മധ്യസ്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. പിതാവായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ, അത് ഈശോ. 1 തിമോത്തി 2:5
നമ്മൾ വായിക്കുന്നുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥം രക്ഷകനായ ഈശോയ്ക്കും മനുഷ്യർക്കിടയിലുള്ള ഒരു മധ്യസ്ഥയാണ് മാതാവിൻ്റെ. ആ മധ്യസ്ഥം നമ്മൾ തിരിച്ചറിയുക. മാതാവിൻ്റെ മധ്യസ്ഥവും ഈശോയുടെ മധ്യസ്ഥം രണ്ടാണെന്ന് തിരിച്ചറിയുക. മാതാവ് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് പുത്രൻ നിറവേറ്റാതെ പോവുകയില്ല. ഈ സത്യം തിരിച്ചറിയുക. ചിലരെങ്കിലും പറയാറുണ്ട്, ഈ കാലഘട്ടത്തിലാണ് മാതാവിന് ഇത്ര പ്രസക്തി ഉണ്ടായത് എന്ന്. പ്രത്യേകിച്ച് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം മുതലാണ് മാതാവിന് ഇത്രയും ആദരവും ബഹുമാനവും എല്ലാം ലഭിക്കാൻ തുടങ്ങിയത്. തെറ്റാണ് പ്രിയമുള്ളവരെ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 48-ാമത്തെ വചനം, അവിടെ മാതാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മാതാവ് ഇങ്ങനെ പറയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ മുതൽ 2000 വർഷം മുമ്പ് മാതാവ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. 2000 വർഷമായിട്ട് ഈശോ കഴിഞ്ഞാൽ ഇത്രയും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഈശോ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായിട്ടുള്ള ഒരു സഹോദരി ആ സമൂഹ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട സ്ത്രീ ഉദ്ഘോഷിച്ച കാര്യമാണിത്. നിന്നെ വഹിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവെന്ന് മാതാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. ലോകത്തിൽ ഏതെങ്കിലും സ്ത്രീയുടെ ജനനം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെത് മാത്രമാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയാം. ലോക ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, വളരെ പ്രഗത്ഭകളായ സ്ത്രീകളിവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവരാരുടെയും ജനനം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു സത്യം തിരിച്ചറിയുക, ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുവാനും ഗർഭം ധരിക്കാനും ഉദരത്തിൽ വഹിക്കുവാനും പ്രസവിക്കാനും പാലൂട്ടി വളർത്താനും ഭാഗ്യം ലഭിച്ച ഒരേ ഒരു സ്ത്രീയുള്ളൂ, അത് പരിശുദ്ധ കന്യാമറിയമാണ്. വീണ്ടും മനസ്സിലാക്കുക, ദൈവപിതാവിൻ്റെ പ്രിയപുത്രിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്, ഈശോയുടെ അമ്മയാണ്. ഒരേ സമയം പിതാവിൻ്റെ പ്രിയമകളും ഈശോയുടെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാകാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു സ്ത്രീ അത് പരിശുദ്ധ കന്യാമറിയമാണ്. സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയും മാതാവിൻ്റെ മഹത്വവും ഈ പ്രാർത്ഥനയുടെ ശക്തിയും എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നു, സ്വർഗീയ സംരക്ഷണം കിട്ടുന്നു, നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു. ഏറ്റവും സ്നേഹത്തോടെ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അങ്ങേ തിരുക്കുമാരനോട് എപ്പോഴും പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.